എല്ലാവരും നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്സ്, എക്സിസ്റ്റിംഗ് ബിസിനസ് ഓണേഴ്സ്, അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് പ്രൊഫഷണൽസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ നിന്നും 100 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന 100 വീഡിയോസ് ആണ് 100 Q&A. ഞാൻ ഷമീർ ബഷീർ, പ്രാക്ടീസിംഗ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ. GST ആപ്ലിക്കബിൾ ആകുന്നത് ടാക്സബിൾ പേഴ്സൺസിനാണ്. GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരോ അല്ലെങ്കിൽ GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യൽ കമ്പൽസറി ആയിട്ടുള്ളവരെയാണ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുക. വോളണ്ടറി ആയി GST ആർക്ക് വേണമെങ്കിലും രജിസ്ട്രേഷൻ എടുക്കാം. ടേൺ ഓവർ ബേസിസിലാണ് GST എടുക്കൽ കമ്പൽസറി ആകുന്നത്. കേരളത്തിൽ സർവീസ് സെക്ടർ ആണെങ്കിൽ 20 lakhും ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ 40 lakhുമാണ് ത്രെഷോൾഡ് ലിമിറ്റ്. ഒരു വർഷത്തിൽ ഈ പറഞ്ഞ എമൗണ്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അയാൾ കമ്പൽസറി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കും. ഒരു വ്യക്തി സെയിൽസും സർവീസും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 20 ലക്ഷം രൂപയായിരിക്കും അയാളുടെ രജിസ്ട്രേഷൻ എടുക്കേണ്ട ത്രെഷോൾഡ് ലിമിറ്റ്. ഒരാൾ എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ, അതായത് ട്രേഡിംഗ് ബിസിനസ് മാത്രമാണെങ്കിൽ 40 ലക്ഷം രൂപയുടെ ലിമിറ്റ് നമുക്ക് ലഭിക്കും. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഇ കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, ഇൻട്രസ്റ്റേറ്റ് ട്രേഡിംഗ് ബിസിനസ്സസ് തുടങ്ങിയ ആളുകൾക്ക് ത്രെഷോൾഡ് ലിമിറ്റ് ലഭിക്കില്ല. അവർ തുടക്കത്തിൽ തന്നെ കമ്പൽസറി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. GST രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാവുകയും GST രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ GST ആക്ട് പ്രകാരമുള്ള എല്ലാ നിയമ നടപടികളും നേരിടേണ്ടി വരും. പാൻ ബേസ് ചെയ്താണ് ഒരാളുടെ ത്രെഷോൾഡ് ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എല്ലാ സ്ഥാപനങ്ങളും ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പേയ്മെന്റുകൾ റിസീവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിൽ ഈ ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുക്കാൻ കമ്പൽസറി ആണ്. അത് ചെയ്തു എന്ന് ഉറപ്പിക്കുക, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂർണ്ണമായും എക്സംപ്റ്റഡ് ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വീഡിയോകൾക്കായി പേജ് ഫോളോ ചെയ്യുക.